രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായി കൈവിടുകയാണ് മുതിർന്ന നേതാക്കൾ. ചെന്നിത്തലയും സതീഷും നിലപാട് കടുപ്പിച്ചതോടെ KPCCയും രാഹുലിനെ തള്ളി. UDF-നുള്ളിലെ വനിതാ നേതാക്കളും രാഹുലിന്റെ രാജിക്കായി സമ്മർദ്ദം കടുപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ പാർട്ടിയുടെ നേതാക്കന്മാർ, ഉന്നതമായ നേതാക്കന്മാർ, പാർട്ടി നേതാക്കന്മാരെല്ലാം വളരെ ഗൗരവതരമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് പാർട്ടിയുടെ തീരുമാനമെന്ന് നിങ്ങളെ അറിയിക്കും. രാഹുലിനെ കൈവിടുകയാണ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റെതായ സമയത്തെടുക്കും. ആലോചിച്ച് ഉചിതമായ തീരുമാനം തക്ക സമയത്തെടുക്കും. രമേശ് ചെന്നിത്തല നിലപാട് കടുപ്പിച്ചതോടെ മാലപ്പടക്കം പോലെ പരസ്യമായി രാഹുലിനെ തള്ളി നേതാക്കളെത്തി. ഇന്നലെ വരെ സംരക്ഷിച്ചിരുന്ന K. മുരളീധരൻ നിലപാട് മയപ്പെടുത്തി. ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ. കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. രാഹുലിനെതിരെ ഇനിയും വെളിപ്പെടുത്തലുകൾ വരാൻ സാധ്യതയുണ്ട്. അത് പാർട്ടിയെ വല്ലാതെ ബാധിക്കും. രാഹുൽ തന്നെ ഇതിനകത്തൊരു വിശദീകരണം പാർട്ടിക്ക് കൊടുക്കണം, പാർട്ടിക്കല്ല പൊതുസമൂഹത്തിനോട്. അദ്ദേഹം ഇത് ചെയ്യുന്നില്ല എങ്കിൽ, കേട്ട് പുറത്തു വന്നിരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പാർട്ടി ഇത് ചുമക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ഉത്തരവാദിത്തങ്ങൾ നേരിട്ടും അല്ലാതെയും പലരും രാജി ആവശ്യം രാഹുലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാടാണ് എടുത്തത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം അത് മാറ്റി. ആരോപണ വിധേയനായതോടെ MLA സ്ഥാനത്ത് തുടരുന്നത് ഉചിതമല്ലെന്നാണ് വനിതാ നേതാക്കളുടെയും നിലപാട്. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷി ഉൾക്കൊണ്ടുകൊണ്ട് രാഹുല് ഈ പൊതുരംഗത്തുനിന്ന് മാറി നിൽക്കുന്നു. UDF-നുള്ളിലെ വനിതാ നേതാക്കളും നിലപാട് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ മാത്രമല്ല, ഇത്തരം ഉയർന്നു വരുന്ന സ്ത്രീകൾക്കെതിരെ പൊതുരംഗത്ത് നിൽക്കുന്നവർ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ, ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറി നിൽക്കണം. രാജിവെച്ചേ മതിയാവുള്ളൂ എന്നത് തന്നെയാണ് അഭിപ്രായം. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.